ഇപ്പോൾ നമ്മോടൊപ്പം കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, ഇപ്പോൾ നമുക്കറിയാം സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്. പല ജില്ലകളിലും, അതായത് 12 ജില്ലകളിലാണ് മുന്നറിയിപ്പുകൾ ഉള്ളത്. യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചൂട് കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെ ഈ ഒരു താപനിലയെ അല്ലെങ്കിൽ ഈ ചൂടിനെ കേരളം സഹിക്കും? ഇപ്പോൾ IMD പറഞ്ഞിരിക്കുന്നത് ഒരു ഓവറോൾ താപനിലയെ കുറിച്ചിട്ടാണ്. ഓരോ ഇടങ്ങളിൽ, അതായത് വെതർ സ്റ്റേഷൻ ഉള്ള ഇടങ്ങളിലെ താപനിലയാണ് റെക്കോർഡ് ചെയ്തിട്ട് അവർ പറയുന്നത്. പക്ഷേ ഇൻഡിവിജ്വൽ സ്പേസസിൽ, അതായത് കൂടുതൽ ഈ കെട്ടിടങ്ങളുള്ള സ്ഥലത്തും അതുപോലെ തന്നെ കോൺക്രീറ്റ് ധാരാളമായിട്ടുള്ള നഗരപ്രദേശങ്ങളിലും മറ്റുമൊക്കെ അതിനേക്കാൾ കൂടിയ അനുഭവിക്കുന്ന താപമാണ് ഉള്ളത്, പ്രത്യേകിച്ച് ഈ കോസ്റ്റൽ ഏരിയാസിൽ. അത് ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 15 മിനിറ്റോളം ഒരു പുഴയുടെ തീരത്ത് നിൽക്കേണ്ട ആവശ്യം വന്നു. ഒരു വൈകുന്നേരത്തോടു കൂടി ഭയങ്കരമായ അസുഖബാധിതമായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. അതായത് ഹീറ്റ് എക്സോഷൻ ഉണ്ടായതാണ്. അതുപോലെ തന്നെ ഈ ഞാൻ അയഞ്ഞ വസ്ത്രവും കോട്ടൺ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. എന്നിട്ട് പോലും എനിക്ക് അതിന്റെ ഒരു ഇഫക്റ്റ് അനുഭവപ്പെട്ടു. സോ പുറം ജോലികളിൽ ചെയ്യുന്നവര് 11 മുതൽ 3 മണി വരെയുള്ള ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ. 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിലേക്കുന്നത് കുറയ്ക്കുകയോ അല്ലാതെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയോ ചെയ്യണം. പലപ്പോഴും അത് സാധ്യമാകത്തില്ല. നമുക്ക് അറിയാം, തീരദേശത്ത് ഹ്യൂമിഡിറ്റി 75 to 85% ആണ്. ഇതുകൂടി ചേരുമ്പോൾ നമ്മുടെ അനുഭവിക്കുന്ന താപം എന്ന് പറയുന്നത് വളരെയധികം കൂടും. ഇപ്പോൾ 32-33 ഡിഗ്രിയേ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ 36 ഡിഗ്രിയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അനുഭവിക്കുന്ന താപം 40-നും മുകളിലേക്ക് പോകും. പാലക്കാടും അത് തന്നെ. പാലക്കാട് പുനത് തുടങ്ങിയ ഇടങ്ങളിലും അത് തന്നെയാണ് സ്ഥിതി. നല്ല ചൂട് വരുന്നുണ്ട്, നേരിട്ട് സൺലൈറ്റ് വരുന്നുണ്ട്. ഹ്യൂമിഡിറ്റി കുറവാണെങ്കിൽ പോലും ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. താപ മൂലമുള്ള ശാരീരികമായിട്ടുള്ള ആഘാതം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അടുത്ത ആഴ്ചകളിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത പോലെ താപനില വർദ്ധിച്ചു വരികയാണ്. 1 ഡിഗ്രി, 1/2 ഡിഗ്രി, 1 ഡിഗ്രി, 2 ഡിഗ്രി എന്ന് പറഞ്ഞ് വർദ്ധിച്ചു വരികയാണ് പലയിടത്ത്. അടുത്ത ഏപ്രിൽ അവസാനം വരെ ഈ രീതിയിലുള്ള ഒരു വർധനവ് നമുക്ക് കാണാൻ പറ്റും. മഴ എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള മഴ ചിലയിടങ്ങളിൽ പെയ്തേക്കാം. പക്ഷേ അതൊക്കെ ഉഷ്ണം കൂട്ടാനേ കാരണമാകുന്നത്. ഇന്നലത്തെ ചൂടിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ കൊച്ചി നഗരത്തിന്റെ താപനില ഞാൻ എടുത്തു. രാത്രിയിൽ അറബിക്കടലും കൊച്ചിയും തമ്മിൽ 1 ഡിഗ്രി മാത്രമായിരുന്നു വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് 3 മണി 4 മണിക്ക്, വെളുപ്പിന് 3 മണി 4 മണിക്ക് പോലും നല്ല ഉഷ്ണം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ പലയിടങ്ങളിലും ഇതുപോലെയാണ്. പ്രത്യേകിച്ച് ഈ കെട്ടിടങ്ങൾ കൂടുതലുള്ള മേഖലകളിൽ താപം അവിടെ തങ്ങി നിൽക്കും. കാരണം കോൺക്രീറ്റ് ഈ രാത്രി ഇതെല്ലാം വികിരണം റേഡിയേറ്റ് ചെയ്യുകയാണ്. പിന്നെ അത് മാത്രമല്ല, കടലും കരയും തമ്മിൽ താപനിലയിൽ വലിയ വ്യത്യാസമില്ലാത്തതുകൊണ്ട് വായുവിന്റെ ചലനവും വരുന്നില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിഭയങ്കരമായ ഉഷ്ണമാണ് കേരളീയർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടായിരുന്നത്, നമുക്ക് ധാരാളം മരങ്ങളുണ്ടായിരുന്നു. നഗരങ്ങളിലും ഒക്കെ മരങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഈ വികസന മൂലമുള്ള കാര്യങ്ങൾ കൊണ്ട് എല്ലാം വെട്ടിമാറ്റി അവിടെ എല്ലാം കോൺക്രീറ്റ് ചെയ്തു. എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ടാറും കോൺക്രീറ്റും എത്ര റോഡുകളാണ് വന്നത്. കഴിഞ്ഞ 2010 ശേഷം എത്ര റോഡുകളാണ് കേരളത്തിൽ വന്നത്. അപ്പൊ ഇതൊക്കെ വികിരണ സ്രോതസ്സുകളാണ്. ഈ റോഡ് എന്ന് പറയുന്നത് ഒരു വികിരണ സ്രോതസ്സാണ്. കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു വികിരണ സ്രോതസ്സാണ്. അതേസമയം പച്ചപ്പ് എന്ന് പറയുന്നത് താപത്തെ അബ്സോർബ് ചെയ്യുന്നതാണ്. ഈവൻ പുല്ലെന്ന് പറയുന്നത് വലിയൊരു എയർ കണ്ടീഷണറാണ്. കാരണം പുല്ലെന്ന് പറയുന്നത് ഒരു വലിയൊരു ഇക്കോസിസ്റ്റമാണ്. ഒരു പുല്ല് നിറഞ്ഞ ഒരു പ്രദേശം. അവിടെ ഈ താപനില ആഗിരണം ചെയ്യുന്നുണ്ട്. പുല്ല് ആഗിരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെടികൾ പോലും വീട്ടിന് ചുറ്റും വെച്ച് കഴിഞ്ഞാൽ താപനില 1, 2, 3 ഡിഗ്രി വരെ കുറയാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മളിപ്പോൾ മറന്നു. കാരണം നമ്മുടെ ഈ തിരക്കുപിടിച്ച ജീവിതശൈലിയിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു. പണ്ട് വീടുകളുടെ ചുറ്റിലും പൂച്ചെടികളും പുല്ലും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മറന്നു. ഇപ്പോൾ പുല്ലെന്ന് പറയുന്ന ഒരു ശല്യമായിട്ട് കണ്ടിട്ട് അതിനെ വെട്ടി മാറ്റുക, അല്ലെങ്കിൽ അവിടെ ടൈൽസ് ഇടുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വെറും മണ്ണെന്ന് പറയുന്നത് അതൊരു നിർജീവ വസ്തുവല്ല. അതിൽ ധാരാളം സൂക്ഷ്മജീവികളുണ്ട്. അവിടെ ജലം സംഭരിച്ചു നിൽക്കുന്ന ചെറു സസ്യ ഭാഗങ്ങളും ഉണ്ട്. അപ്പൊ അതൊക്കെ താപനില നിയന്ത്രിക്കുന്നവയായിരുന്നു.
അതെല്ലാം അപ്രത്യക്ഷമായി തുടങ്ങിയതോടെ വായുവിന്റെ, അത് ഭൗമോപരിതലത്തിന് തൊട്ടുള്ള പ്രദേശത്തിന്റെ വായുവിന്റെ താപനില ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇത് താപം കൂടിയ വായു മുകളിലേക്ക് പോകിലും, പക്ഷെ ഇതിന് വരുന്നതെന്ന് പറയുന്നത് ഈർപ്പം കൂടി വരുമ്പോൾ അതിന് ഡെൻസിറ്റി കൂടി അത് കൂടുതൽ നേരം അന്തരീക്ഷത്തിൽ, നമ്മുടെ ചുറ്റുപാടുള്ള അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനിടയാവും. അതുകൊണ്ടാണ് ഇത് ഇത്രയും ചൂട് വരുന്നത്. അപ്പൊ നമുക്ക് കുടയുണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ ചൂടില് മണിക്കൂറുകളോളം നിൽക്കാനൊന്നും പാടില്ല. കാരണം തൽക്കാലം ഒരു വെയിറ്റിലേക്ക് പോകാനായിട്ട് നമുക്ക് കുട ഉപയോഗിക്കാന്നുള്ളതാണ്. നിവൃത്തിയില്ല. കാരണം നമുക്ക് പലയിടങ്ങളിലും പോകേണ്ടി വരും, റോഡുകളിലൂടെ നടന്നു പോകേണ്ടി വരും. ധാരാളം ജലം കുടിക്കുക, അതായത് ശരീരത്തിന്റെ താപം സംരക്ഷിച്ച് നിലനിർത്തുക എന്നുള്ളതാണ്. ശരീരത്തിന്റെ താപം കൂടാൻ ഇടയാക്കാതിരിക്കുക. അതുപോലെ ഈ വസ്ത്രധാരണത്തിനും ശ്രദ്ധിക്കണം. ഞാൻ കണ്ടുവരുന്നത് നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികളെല്ലാം വളരെ ഇറുകിയ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും. അത് മാത്രമല്ല സിന്തറ്റിക് ആയിട്ടുള്ള ടീഷർട്ടുകളും അതൊക്കെയാണ് ധരിക്കുന്നത്. അതുപോലെ ഈ ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡ് ഉണ്ടല്ലോ, മുടി നീട്ടി വളർത്തുക എന്നൊക്കെ പറയുന്നത്. അത് ശരീരത്തിന്റെ താപം കൂട്ടാൻ ഇടയാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ പൊതുവേ ഉള്ള ഒരു ട്രെൻഡാണ് ഈ ആൺകുട്ടികൾ വളരെ മുടി നീട്ടി വളർത്തുക, അതുപോലെ താടി വെച്ചു വെക്കുക എന്നൊക്കെ ഉള്ളു. അതൊക്കെ ശൈത്യം, ഇപ്പൊ മഴ സമയത്തൊക്കെ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ശൈത്യകാലത്ത് കുഴപ്പമില്ല. വേനലിൽ നമുക്കത് അനുയോജ്യമായിട്ടുള്ള ഒരു ഇതല്ല, ശരിക്കും ഒരു ശാരീരികമായിട്ടുള്ള ഒന്നല്ല. ഫിസിയോളജിക്കലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമുക്ക് അറിയാം, കേരളത്തില് സമ്മർ കട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഈ സമ്മർ കട്ട് ആണ് ഈ സമയത്ത് ഏറ്റവും നല്ലത്. സ്ത്രീകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ അധികം പുറത്തേക്ക് ഇറങ്ങാറില്ലായിരുന്നു. അവര് അതുകൊണ്ടാണ് മുടി നീട്ടി വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിനുവേണ്ടി പ്രതിരോധ നടപടികൾ അവർ ചെയ്യുന്നുണ്ട്, എണ്ണയൊക്കെ തേക്കുന്നുണ്ട്. പക്ഷെ എന്നിരിക്കലും ശാരീരികമായ താപം കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. വീടിനുള്ളിലും ധാരാളം വെന്റിലേഷൻ ഉറപ്പുവരുത്തണം. അതുപോലെ ഈ മുകളിലെ ഫാൻ, സീലിംഗ് ഫാൻ ഒറ്റ നിലയുള്ള വീടാണെങ്കിലും മുകളിലത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുകളിലത്തെ ഈ സീലിംഗ് ഫാൻ ഇടാതിരിക്കുക. കാരണം സീലിംഗ് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ വീടിന്റെ താപം അവിടെ തന്നെ തങ്ങി നിൽക്കും. അതിന് ഏറ്റവും നല്ലത് ഒന്നുകിൽ ഫാൻ ഇടാതിരിക്കുകയോ, ജനാലകളെല്ലാം തുറന്നു വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പെഡസ്റ്റൽ ഫാനോ ടേബിൾ ഫാനോ പോലെയുള്ള സംഗതികൾ. പിന്നെ എക്സോസ്റ്റ് ഫാനും പറ്റുക എന്നാണ്. പിന്നെ മറ്റൊരു പ്രതിരോധം എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തില് വേനൽ ഇപ്പോഴൊന്നും അല്ലല്ലോ, നമ്മൾ ധാരാളം ദശകങ്ങളായിട്ടും വർഷങ്ങളായിട്ടും നൂറ്റാണ്ടുകളായിട്ടും അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഏറ്റവും നല്ലൊരു പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് രാവിലെ പഴങ്കഞ്ഞി കഴിക്കുക എന്നുള്ളതാണ്. അതൊരു ഇന്റേണൽ എയർ കണ്ടീഷണർ പോലെ പ്രവർത്തിക്കും. ദിവസം മുഴുവനും നല്ല ഉത്സാഹം നൽകും, നല്ല തണുപ്പുള്ള ഒരു അവസ്ഥ സംജാതമാവുകയും ചെയ്യും ശരീരത്തിന്. അപ്പോൾ മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഈ പഴങ്കഞ്ഞി ശീലിക്കാവുന്നതാണ്. ഇപ്പോൾ ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങളുള്ളതാണെങ്കിൽ 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ പഴങ്കഞ്ഞി കഴിച്ചാലും അതിന്റെ ഫലങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ പച്ചമാങ്ങ, നമ്മുടെ ഇവിടെ അബണ്ടന്റ് ആയിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസായിട്ട് കഴിച്ചാലും ഈ ഒരു ഇന്റേണൽ കൂളിങ്ങിന് കാരണമാകും. പിന്നെ ഉള്ളി, ചുവന്നുള്ളി, ചെറിയ ഉള്ളി, ഇതൊക്കെ ശരിക്കും ഒരു താപനില നിയന്ത്രിച്ച് നമുക്ക് അധികം പ്രശ്നമുണ്ടാകാത്തൊരവസ്ഥ നൽകുന്ന ഭക്ഷ്യവസ്തുക്കളാണ്. ഈ സമയത്ത് അധികം സ്പൈസി ആയിട്ടുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫാസ്റ്റ് ഫുഡ്സോ അല്ലെന്നുണ്ടെങ്കിൽ പ്രോസസ്ഡ് ഫുഡ്സോ കഴിക്കാതിരിക്കുക. കാരണം അതൊക്കെ ശരീരത്തിന് ഡാമേജ് കൂട്ടത്തേ ഉള്ളൂ. കേരളീയ ഭക്ഷണം ശീലിക്കുക. അതുപോലെ തന്നെ രാവിലെ പഴങ്കഞ്ഞിയെങ്കിൽ രാത്രി കഞ്ഞി കുടിക്കുക. അതുപോലെ സ്പൈസി അല്ലാത്ത നമ്മുടെ തനി കേരള ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ താപനില കുറയും. ശരീരത്തിന്റെ താപനില കൺട്രോൾഡായിട്ട് നിലനിൽക്കും. നമുക്ക് തന്നെ ഉണ്ട് പ്രതിരോധ മാർഗങ്ങൾ, നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ മോഡേൺ ലൈഫ് പിന്തുടരുകയും വേണം, ചൂട് കുറഞ്ഞിരിക്കുകയും വേണം എന്ന് പറഞ്ഞൊരു ശാഠ്യമാണ് പൊതുവെ പ്രശ്നമാകുന്നത്. ഇപ്പോ കുട്ടികൾക്ക്, മുതിർന്നവർക്ക്, എന്തെങ്കിലും അസുഖബാധിതരായിട്ടുള്ളവർക്കൊക്കെ വളരെ പ്രശ്നകരമാണ് ഈ ഒരാഴ്ചയിലെ ദിവസങ്ങൾ. കാരണം വളരെയധികം താപനില 3-4 ഡിഗ്രിയൊക്കെ പലയിടങ്ങളിലും കൂടാൻ ചാൻസ് ഉണ്ട്. വെതർ സ്റ്റേഷനുകളിൽ റെക്കോർഡ് ചെയ്യുന്നത് അവിടുത്തെ താപനിലയാണ് റെക്കോർഡ്. ഓവറോൾ താപനില പറയാൻ പറ്റില്ല. ഇപ്പോ ഹീറ്റ് ഐലൻഡ് എഫക്ട് കൂടുതലായിട്ടുള്ള സ്ഥലത്ത് താപനില 1-2 ഡിഗ്രി കൂടുതലായിരിക്കും അവിടുത്തെ ഈ ഹ്യൂമിഡിറ്റി കൂടെ ചേർന്നിട്ട് അനുഭവിക്കുന്ന താപം എന്ന് പറയുന്നത് അതിലും 4-5 ഡിഗ്രി കൂടുതലായിട്ട് വരും. അപ്പൊ അത്തരം കാര്യങ്ങളാണ് പൊതുജനങ്ങൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടത്. ശരി, വളരെയധികം നന്ദി ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.